സംസ്ഥാന സർക്കാരിൻ്റെ 2000 രൂപ ലഭിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ 2000 രൂപ വാങ്ങുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, 2026 നമ്മുടെ ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണുക, കണ്ടിട്ട് അതുപോലെ തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ 2000 രൂപ പെൻഷൻ, അതായത് ഡിസംബർ 2019-31 നിങ്ങളുടെ പെൻഷൻ അപ്രൂവായി പൈസ കിട്ടി തുടങ്ങിയ ആളുകൾ ഈ 2000 രൂപ മുടങ്ങാതെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപ്പോൾ ഈ വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെയും നിങ്ങൾ അപ്ലോഡ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഈ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ നിങ്ങളുടെ പെൻഷൻ തുടർന്ന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വരുമാന സർട്ടിഫിക്കറ്റിൽ വേറെ ഒരു ചെറിയ പ്രത്യേകതയും കൂടെ. ഈ വരുമാന സർട്ടിഫിക്കറ്റ് 1,00,000 രൂപയിൽ കൂടാൻ പാടില്ല. 1,00,000 രൂപയിൽ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ഈ പെൻഷൻ താൽക്കാലികമായി അവർ നിർത്തിവെക്കും. അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാതെ ഇരുന്നാലും ഇത് താൽക്കാലികമായി പെൻഷൻ നിർത്തിവെക്കുന്നതാണ് എന്നുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇപ്പം നമ്മുടെ ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതാണോ എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവനയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിലോ അക്ഷയ സെൻറ്ററിലോ നിങ്ങൾ ആധാർ കാർഡുമായിട്ട് പോയി കഴിഞ്ഞാൽ അവരത് ചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണോ എന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള പെൻഷൻ്റെ 200, 300, 400 രൂപ ഈ ക്രിസ്മസ് സമയത്ത് വരേണ്ടതായിരുന്നു. അപ്പോൾ അതും ഇപ്പോൾ നമ്മുടെ ആധാറുമായിട്ട് സീഡ് ചെയ്ത അക്കൗണ്ടിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും ആണ് നമ്മൾ രണ്ടാമത്തെ കാര്യമായിട്ട് നിങ്ങളിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനും കുറച്ച് നിബന്ധനകൾ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ നേരത്തെയുള്ള വീഡിയോകളിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സംസ്ഥാനത്ത് വിധവകൾക്കും അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കും ലഭിക്കുന്ന 2000 രൂപയിൽ ഈ നമ്മുടെ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. ആ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അതിൻ്റെ തീയതി നീട്ടിയിട്ടുണ്ട്. നേരത്തെ ഡിസംബർ ആയിരുന്നു, 31 ആയിരുന്നു. ഇപ്പോൾ അത് ജനുവരി 30 വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് SD ചാനൽ തിരഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ള് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ആ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ കൊടുത്ത് അത് എത്രയും പെട്ടെന്ന് പെൻഷൻ വിഭാഗത്തിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ 3 കൂട്ടം കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ചെയ്തിട്ടില്ലാത്ത ആളുകൾ അടിയന്തരമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരിലും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SD ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.